നമ്മൾ അവിടെ കൊടുക്കുന്ന എപ്പോഴും ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ ആയിരിക്കും ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയാം എന്താ ബ്ലോക്ക് സൈഫർ എന്ന്. അതിന് കുറച്ച് ഡിസൈൻ പ്രിൻസിപ്പിൾസ് അഥവാ ഡിസൈൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് വഴിയെ പഠിക്കാം. അതിന് മുന്നേ നമുക്ക് എന്താണ് ഡബിൾ ഡി എസ് അല്ലെങ്കിൽ ട്രിപ്പിൾ ഡി എസ് എന്നൊക്കെ അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതുകൂടെ നിൽക്കട്ടെ. നമുക്ക് ഇപ്പം പഠിക്കാൻ പോകുന്നത് ബ്ലോക്ക് സൈഫറിന്റെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ്. അതായത് ഒരു 5-6 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട് ബ്ലോക്ക് സൈഫറിന്. അത് ഏതൊക്കെയാണ്? 5 ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണ് 5 ടൈപ്പ്? 5 ടൈപ്പ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതാണെങ്കിൽ പഠിക്കാൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇതിനകത്ത് കമ്പാരിസൺ ആയിട്ടും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള, അതുപോലെ അഡ്വാൻറ്റേജ് തന്നിട്ട് അത് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാം. അതിൻ്റെ അഡ്വാൻറ്റേജ് തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷനിൽ വരുന്നതാണ് എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് ബ്ലോക്ക് സൈഫർ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. അപ്പൊ ഈ ഒരു ബ്ലോക്ക് സൈഫർ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസൈൻ പ്രിൻസിപ്പിൾസും ഡിസൈൻ ക്രൈറ്റീരിയാസും പിന്നെ ഒരു അനലിറ്റിക്കൽ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. ഇത്രയും ടോപ്പിക് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തീരും. ഇനി നമുക്ക് അനലിറ്റിക്കൽ അറ്റാക്സ് 2 എണ്ണം ഉണ്ട്. അതായത് ഡിഫറൻഷ്യൽ ക്രിപ്റ്റനാലിസിസ് അറ്റാക്കും ലീനിയർ ക്രിപ്റ്റനാലിസിസ് അറ്റാക്കും. അത് നമുക്കിനി പഠിക്കാനുണ്ട്. പിന്നെ ഡിസൈൻ പ്രിൻസിപ്പിൾസ്, ബ്ലോക്ക് സൈഫറിന്റെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് അഥവാ ഡിസൈൻ ക്രൈറ്റീരിയാസും പഠിക്കാനുണ്ട്. അപ്പൊ അതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതങ്ങ് തീരും. അപ്പൊ നമുക്ക് ബ്ലോക്ക് സൈഫറിന്റെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് NIST എന്ന് പറയുന്നത്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജി ആണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ 5 ഡിഫറെന്റ് മോഡ്സ് എന്ന് പറയുന്നത്. സോ there are 5 different modes of operations are there which is defined by NIST. NIST എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒരു 5 modes of operation depending upon the application 5 ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം എന്തിനാ ഇത് പഠിക്കുന്നതെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ബ്ലോക്ക് സൈഫർ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്തിനാ പഠിക്കുന്നത്? നമ്മൾ കുറെ അൽഗോരിതംസ് ഒക്കെ നോക്കി പഠിക്കുന്നുണ്ട് അല്ലേ? എൻക്രിപ്ഷന് വേണ്ടിയിട്ടും ഡീക്രിപ്ഷന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തിനാണ് പിന്നെ നമ്മൾ ഈ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് അല്ലെ ഡിഫറെന്റ് ഇതുപോലത്തെ ബ്ലോക്ക് സൈഫർ മോഡ്സ് പഠിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതത്തിനെ എങ്ങനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുമോ, ഈ ആ അൽഗോരിതത്തില് നമുക്ക് എത്രത്തോളം സെക്യൂരിറ്റി കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് പല പല ടെക്നിക്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് അതിന് സ്യൂട്ട് ആവുന്ന ഓപ്പറേഷൻസ് നമുക്ക് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നമ്മുടെ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതത്തിനെ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? നമുക്ക് ഓരോന്ന് പഠിക്കാം. 5 എണ്ണാണുള്ളത്. ഓരോന്ന് നമുക്കിനി നോക്കാം. മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാവോ? ഇല്ല. പിന്നെ കൃഷ്ണരാജ് ക്ലിയർ ആണ്, കേൾക്കാം. Okay. So first mode of operation is electronic code book. Okay, electronic code book is the first mode of operation. അതിന്റെ ഷോർട്ട് ഫോം ആണ് ECB. ഈ 5 മോഡ് ഓഫ് ഓപ്പറേഷനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യല്ലേ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തുനിന്ന് കേട്ടോ. അപ്പം ECB എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോഡ് ബുക്ക്. അപ്പം എക്സാമിന് നിങ്ങളോട് ചോദിക്കുവാണ്, ECB എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് 4-5 മാർക്ക് ചോദിച്ചാൽ ഫിഗർ ഉൾപ്പെടെ വേണം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ. ഫിഗറിന് നമ്മൾ ആൻസർ കീ വരുന്ന സമയത്ത് ക്രിപ്റ്റോഗ്രഫിയുടെ ആൻസർ കീയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫിഗർ ഉണ്ട്. എല്ലാത്തിനും ഫിഗർ അവർ പറയുന്നുണ്ട്. എല്ലാത്തിനും നമുക്ക്
ഫിഗർ ഉള്ളതിനല്ല ഫിഗർ കൊടുക്കണം നമ്മൾ. ഫിഗറിന് ഇപ്പം 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഫിഗറിനായിരിക്കും 2 മാർക്ക് വരും. 2 മാർക്കേ കാണത്തുള്ളൂ തിയറിക്ക്. അതുകൊണ്ട് ഇതൊന്ന് സ്കിപ്പ് ചെയ്യരുത്. ഫിഗർ, എക്സാമ്പിൾസ്, ഇക്വേഷൻസ് അതൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ. ഓക്കെ, അപ്പൊ അതൊക്കെ കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ കുറച്ച് ആഡഡ് അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് മാർക്ക് വരുന്ന സമയത്ത് കിട്ടുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോണിക് കോഡ് ബുക്ക്, ദാറ്റ് ഈസ് ECB. അപ്പൊ ECBയുടെ എന്താ പറയാ ഫിഗർ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും മണ്ടയിൽ കാണിച്ചിരിക്കുന്നത് എൻക്രിപ്ഷനും അതിന്റെ തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത് ഡീക്രിപ്ഷനും. നോക്കിയേ, ഇത് ഈ ഒരു ഇതെന്ന് പറയുന്നത്, ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് എൻക്രിപ്ഷനെയും ഈ ഒരു ഫിഗർ ഡീക്രിപ്ഷനെയാണ് കാണിക്കുന്നത്. ക്ലിയർ ആണോ? അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഓരോ ലൈൻ പറയുമ്പോഴും ക്ലിയർ ആണോ എന്ന് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. So first നമുക്ക് we can see what is encryption, how encryption is done in this mode of operation. So first one എന്ന് പറഞ്ഞാൽ here നമ്മൾ പറഞ്ഞു ഇതൊരു ബ്ലോക്ക് സൈഫർ ആണ് അല്ലെ. നമ്മൾ എന്താ പ്ലെയിൻ ടെക്സ്റ്റിനെ കൊടുക്കുന്നത് ഒരു ബ്ലോക്ക് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അതുപോലെ സൈഫർ ടെക്സ്റ്റ് കിട്ടുന്നതും ഒരു ബ്ലോക്ക് ആയിട്ടായിരിക്കും. അപ്പൊ ഈ ഒരു കേസിൽ നമ്മുടെ ECBയുടെ കേസിൽ നമ്മൾ 1 ബ്ലോക്ക് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റിനെ ആയിരിക്കും ഒരു ടൈമിൽ ഒരു ബ്ലോക്ക് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റിനെ ആയിരിക്കും ഇൻപുട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓരോ എൻക്രിപ്ഷൻ അൽഗോരിതത്തിലേക്കും for each of the encryption algorithm we input 1 block of plain text at a time and we will encrypt this block using the key. Okay, ഒരു കീ ഉപയോഗിച്ച് നമ്മൾ ഓരോ തവണ ഇതിപ്പോ ആദ്യത്തെ എൻക്രിപ്ഷൻ അൽഗോരിതം, ആദ്യത്തെ എൻക്രിപ്ഷൻ അൽഗോരിതത്തിലേക്ക് ഫസ്റ്റ് ബ്ലോക്ക് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റിനെ ആയിരിക്കും കൊടുക്കുന്നത്. അതിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കീ യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് C1 ആക്കി മാറ്റും. സോ നെക്സ്റ്റ് പ്ലെയിൻ ബ്ലോക്ക് ഉണ്ടല്ലോ, നെക്സ്റ്റ് സെക്കൻഡ് ബ്ലോക്ക് ഉണ്ടല്ലോ, സെക്കൻഡ് ബ്ലോക്ക് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ്, അതിനെ എടുക്കുന്നു, അതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു കീ ഉപയോഗിച്ച്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സൈഫർ ടെക്സ്റ്റ് ചെയ്യും. അങ്ങനെ എത്ര ബ്ലോക്ക് ഉണ്ടോ അത്രയും ബ്ലോക്കോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എൻക്രിപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ, സെയിം കീ ആണ്. നോക്കിയേ, K1 K2 K3 എന്നൊന്നും അല്ലല്ലോ കൊടുത്തേക്കുന്നത്, K എന്ന് പറഞ്ഞിട്ടല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ K എന്ന് പറഞ്ഞാൽ എന്താ, സെയിം വേരിയബിൾ ആ യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. കീനെ കാണിക്കാൻ വേണ്ടി സെയിം വേരിയബിൾ അല്ലേ യൂസ് ചെയ്തേക്കുന്നത്. ദാറ്റ് മീൻസ് ദ കീസ് ആർ സെയിം. ഫോർ ഈച്ച് ഓഫ് ദി ബ്ലോക്ക് we use same key for encryption. Okay, ECBയുടെ ഒരു പ്രത്യേകത എന്താ, നമ്മൾ അറ്റ് എ ടൈമില് ഒരു ബ്ലോക്ക് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റിനെ ആയിരിക്കും എൻക്രിപ്ഷന് വേണ്ടി കൊടുക്കുന്നത്. ആൻഡ് we will encrypt each of this plain text using same key. Okay, clear ആണോ? ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ചോദിക്കുവേ, ക്ലിയർ ആണോ? ആരെങ്കിലും ഒരാളെങ്കിലും റെസ്പോണ്ട് ചെയ്തേ, ക്ലിയർ ആണോ? സോ ഇനി ഇതിന് നമ്മൾ കോഡ് ബുക്ക് എന്ന് പറയും അല്ലെ, ഇലക്ട്രോണിക് കോഡ് ബുക്ക്. എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് കോഡ് ബുക്ക് എന്ന് പറയാൻ കാരണം? ബിക്കോസ് ഇറ്റ് വിൽ പ്രൊവൈഡ് എ യുണീക് സൈഫർ ടെക്സ്റ്റ് ഫോർ ഈച്ച് ഓഫ് ദി ബിറ്റ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ്. അതായത് നമ്മൾ ഓരോ പ്ലെയിൻ ടെക്സ്റ്റ് ആണ് ഓരോ തവണയും കൊടുക്കുന്നത് അല്ലെ. ഇവിടെ ഒരു ഫസ്റ്റ് ബ്ലോക്ക് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് കൊടുക്കും, ഇവിടെ സെക്കൻഡ് ബ്ലോക്ക് കൊടുക്കുന്നു. അങ്ങനെ ഓരോ തവണയും ഓരോ യുണീക്ക് ആയിട്ടുള്ള പ്ലെയിൻ ടെക്സ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഓരോ ഡിഫറെന്റ് ബ്ലോക്ക് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് യുണീക്ക്, നമ്മൾ ഈവൻ ദോ നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം കീ ആണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് സൈഫർ ടെക്സ്റ്റ് ആണ് കിട്ടുന്നത്. അതായത് ചിലപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്ലോക്ക് P1, ഈ P1 കൊടുത്തിരിക്കുന്ന കീ ആണ് K. അത് വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് C1 എന്ന് പറയുന്ന ഒരു സൈഫർ ടെക്സ്റ്റിനെ കിട്ടി. ഈ സൈഫർ ടെക്സ്റ്റും ഈ C2 എന്ന് പറഞ്ഞ സൈഫർ ടെക്സ്റ്റും ഡിഫറെന്റ് ആയിരിക്കും, ഒരിക്കലും സെയിം ആവത്തില്ല. ഈവൻ ദോ വി ആർ യൂസിങ് സെയിം കീ, സെയിം കീ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു യുണീക് സൈഫർ ടെക്സ്റ്റ് ആയിരിക്കും. സോ ദ ടേം കോഡ് ബുക്ക് ഈസ് യൂസ്ഡ്. ഓക്കെ, സോ ഇൻ ദിസ് ഇലക്ട്രോണിക് കോഡ് ബുക്ക് here we use one block of plain text at a time, and each of this block of plain text is encrypted using same key, and we will call it as a code book because even though we are giving the same key for the encryption, it will provide unique ciphertext for every bit of plain text. Is it clear? Clear ആണോ? OBC എന്ന് പറഞ്ഞാൽ എന്ത്? OBCക്ക് വലിയതൊന്നും ഇല്ല. OBCക്കാണോ ഏറ്റവും കുറവ്? Is it clear?
മറ്റേ SCST ഇല്ലേ, അവന്മാർക്കാണ് ലാഭം. Is it clear? അവന്മാർക്ക് വല്ല 30-45 മതിയായിരിക്കും. ക്ലിയർ ആണ് സർ. ഓക്കെ, സോ നമുക്ക് എന്താ അതേപോലെ തന്നെയാണ് ഡീക്രിപ്ഷന്റെ കേസിലും. നോക്കിയേ, ഒരു ബ്ലോക്ക് ഓഫ് സൈഫർ ടെക്സ്റ്റിനെ കൊടുക്കുന്നു, നമ്മൾ സെയിം കീ യൂസ് ചെയ്തിട്ടായിരിക്കും ഓരോ തവണയും സിംഗിൾ ബ്ലോക്ക് ഓഫ് സൈഫർ ടെക്സ്റ്റിനെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് സിംഗിൾ ബ്ലോക്ക് ഓഫ് പ്ലെയിൻ സൈഫർ ടെക്സ്റ്റ് ഈസ് ഡീക്രിപ്റ്റഡ് യൂസിങ് ദി സെയിം കീ. ഈവൻ ദോ നമ്മൾ സെയിം കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും വി ആർ ഗെറ്റിംഗ് ഡിഫറെന്റ് പ്ലെയിൻ ടെക്സ്റ്റ് കറസ്പോണ്ടിങ് ടു അവർ സൈഫർ ടെക്സ്റ്റ്. അപ്പൊ സെയിം ആണ്, രണ്ട് എൻക്രിപ്ഷനിലും ഡീക്രിപ്ഷനിലും സെയിം ലോജിക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഇവരെ ഇക്വേഷൻ വെച്ച് ഡിഫൈൻ ചെയ്യാം. അതായത് CJ, നമ്മൾ കോമൺ ആയിട്ട് സൈഫർ ടെക്സ്റ്റ് CJ എന്ന് പറയുന്നത് C1 C2 C3 എന്നുള്ളതിനെ കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് CJ എന്ന് വിളിക്കുക. CJ എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ ഓഫ് K, PJ. അതായത് PJ എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ടെക്സ്റ്റ് P1 P2 P3 മുതൽ ഏത് വേണമെങ്കിലും ആവാം. സോ PJ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാൻ കെയുടെ ഹെൽപ്പോടുകൂടി എൻക്രിപ്റ്റ് ചെയ്താൽ നമുക്ക് CJ കിട്ടും. തിരിച്ച് ഡീക്രിപ്ഷന്റെ കേസിലാകുമ്പോഴോ നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്യുക, കെയുടെ ഹെൽപ്പോടുകൂടി CJ ഡീക്രിപ്റ്റ് ചെയ്താൽ PJയും കിട്ടും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് തന്നെ എഴുതാവുന്ന ഇക്വേഷനേ ഉള്ളൂ, കാണാതൊടും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ എഴുതാവുന്ന, ലോജിക്ക് അറിയാമെങ്കിൽ എഴുതാവുന്ന ഇക്വേഷനേ ഉള്ളൂ. അപ്പൊ അതാണ് ഇത് ഇലക്ട്രോണിക് കോഡ് ബുക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇലക്ട്രോണിക് കോഡ് ബുക്ക് ഹാസ് ഡിസഡ്വാൻറ്റേജ്. എന്താണ് ഡിസഡ്വാൻറ്റേജ്? It cannot be used for lengthy messages. നമ്മൾ സെയിം കീ ആ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് എമൗണ്ട് ഓഫ് ഡേറ്റയ്ക്ക് മാത്രമേ ഇതൊരു ഉപകാരിയാവത്തുള്ളൂ. ലോങ് മെസ്സേജ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതത്ര സുഗമമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെ അന്നേരം ക്രിപ്റ്റനാലിസിസിനൊക്കെ ചാൻസ് കൂടുതലായിട്ട് വരും. ക്രിപ്റ്റനാലിസിസ് ഒരു ടൈപ്പ് ഓഫ് അറ്റാക്ക് നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ക്രിപ്റ്റനാലിസിസിനൊക്കെ ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ബ്ലോക്ക് സൈഫർ മോഡാണ് ഈ ഒരു ഇലക്ട്രോണിക് കോഡ് ബുക്ക് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പാരലലായിട്ടാണ് നടക്കുന്നത് അല്ലേ. നമ്മൾ ഈ ഒരു പ്ലെയിൻ ടെക്സ്റ്റും ഈ പ്ലെയിൻ ടെക്സ്റ്റും തമ്മിലൊന്നും ഒരു ബന്ധവും ഇല്ല. ഇത് എൻക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതെല്ലാം എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. പാരലലായിട്ട് എല്ലാ എൻക്രിപ്ഷനും അതുപോലെ ഡീക്രിപ്ഷനും നടത്താനായിട്ടും പറ്റും. അപ്പൊ അതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് ഈ ക്രിപ്റ്റനാലിസിസ് അറ്റാക്കിനുള്ള ചാൻസ് കൂടുതലാണ്. ക്ലിയർ? ക്ലിയർ ആണോ? Is it clear? Clear ആണോ? Any doubts? Yes miss, clear. Okay. Then Ajina. Ajina, what is the advantage of ECB? Ajina, what is the advantage of ECB? Hello, can you hear me? Ajina, can you hear me? Anjali? Sir. What is the advantage of ECB, electronic code book? അവിടെ കീ ഒരെണ്ണം തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അതാണ് അഡ്വാൻറ്റേജ്. Two advantages are there. I have just mentioned it. എന്നാ disadvantage എന്ന് പറഞ്ഞേ. What is the disadvantage? Anjali, do you know? Anjali, do you know the answer? Sandra? Miss, What is the disadvantage of ECB? മിസ് അവിടെ ക്രിപ്റ്റനാലിസിസിനുള്ള ചാൻസ് ഉണ്ട്. Okay. What is the advantage of ECB? അത് സിമ്പിൾ വേ ആയിരിക്കും, കാരണം മറ്റേ സ്മോൾ ടെക്സ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടും പറയാം, സ്മോൾ ടെക്സ്റ്റിനെ പറ്റത്തുള്ളൂ, ലാർജ് മെസ്സേജ് ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ മിസ്സേ കീ അല്ല അഡ്വാൻറ്റേജ് സെയിം കീ അത് ഡിസഡ്വാൻറ്റേജാ. കീ ഒരു അഡ്വാൻറ്റേജ് കൂടെ പറയാം. സാറ്റൻ കറങ്ങുന്നത് നമുക്ക്
ഈ ശനിയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം അഡ്വാൻറ്റേജ് ഉണ്ട്. കൊണ്ടുതരാനാണ്. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ പഠിച്ചു വെക്കണം. കാരണം ഈ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഈ അഡ്വാൻറ്റേജ് ഒക്കെ വെച്ചിട്ട് ചാൻസ് കൂടുതലാണ് നമുക്ക് ചോദിക്കാൻ. ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പറഞ്ഞേ. നമുക്ക് എന്താ പാരലലി എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും നടത്താനായിട്ട് പറ്റും. ഓക്കെ, കാരണം ഒന്നിന്റെ ഔട്ട്പുട്ടും ഒന്നിന്റെ ഇൻപുട്ടും വേറൊന്നിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. ഡിഫൈൻ ദ മോഡ് ഓഫ് ഓപ്പറേഷൻ ഹു ക്യാൻ വർക്ക് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ പാരലലി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണു അടച്ച് നിങ്ങൾക്ക് ബാക്കി ക്രൈറ്റീരിയാസ് കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും മോഡ് ഓഫ് ഓപ്പറേഷൻ ഏതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആണോ അല്ലയോ? ക്ലിയർ ആണ് സർ. Okay. So second type of mode of operation is cipher block chaining mode. Cipher block chaining mode എന്ന് പറയുന്നതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ. ആൻഡ് ദിസ് സൈഫർ ബ്ലോക്ക് ചെയിനിങ് മോഡിനെ CBC എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, മറ്റേ എന്തായിരുന്നു ECB, ഇത് CBC, സൈഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ്. ഓക്കെ, ഇനി ഇതെന്തിനാ? നമ്മുടെ ECB, അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മോഡ് ഓഫ് ഓപ്പറേഷൻ ആയിരുന്നു ECB. അപ്പൊ അതിന് കുറെ സെക്യൂരിറ്റി ഡെഫിഷ്യൻസീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് സൈഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ് എന്ന് പറയുന്നത്. So in order to overcome the security deficiency of ECB, we have invented or we have used this cipher block chaining. Why not? Okay, so അതിന് ഫിഗർ ഉണ്ട്, ആ ഫിഗർ വെച്ചിട്ട് പറയാവേ. ഓക്കെ, ഇത് ഈ പറയുന്ന പോലെ നോക്കിയേ, ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് ദ ഫിഗർ ഷോയിങ് ദി എൻക്രിപ്ഷൻ ആൻഡ് ദിസ് ഇസ് ദ ഫിഗർ ഷോയിങ് ദ ഡീക്രിപ്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് വി ക്യാൻ സീ ഹൗ എൻക്രിപ്ഷൻ ഈസ് ഡൺ. ഓക്കെ, സോ എൻക്രിപ്ഷന്റെ സമയത്ത് ഇവിടെയും ഈ പറയുന്ന പോലെ തന്നെ അറ്റ് എ ടൈമിൽ ഒരു ബ്ലോക്ക് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റിനെ ആയിരിക്കും പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ബ്ലോക്ക് ഉണ്ട്, പ്ലെയിൻ ടെക്സ്റ്റിന്റെ ബ്ലോക്ക് P1. അപ്പൊ ആ P1നെ എടുക്കും. ഓക്കെ, ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇനിഷ്യൽ വെക്ടർ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റയുമായിട്ട് ഇതിനെ എക്സോർ ചെയ്യും. അപ്പൊ ഈ ഇനിഷ്യൽ വെക്ടർ ആണ് ഈ IV എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ ഇനിഷ്യൽ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ ബ്ലോക്ക് ആണ്. ആ ബ്ലോക്കിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ സൈഫർ ബ്ലോക്കിന്റെ സൈസ് എത്രയാണോ അത്രയും തന്നെ സൈസിലുള്ള ഒരു ഡേറ്റ ബ്ലോക്ക്, ഡേറ്റാസ് ഒക്കെ ഉള്ള ഒരു നമ്മള് ഇങ്ങനെ യൂസ് ചെയ്തില്ലേ, നമ്മള് എന്താ പറയാ ഇനിഷ്യൽ വെക്ടേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്തില്ലേ. അപ്പൊ അങ്ങനെ എടുത്ത ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റയാണ് ഇനിഷ്യലൈസേഷൻ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇനിഷ്യലൈസേഷൻ വെക്ടർ അതിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ സൈഫർ ബ്ലോക്കിന്റെ സൈസുമായിട്ട് സെയിം ആയിരിക്കും. അപ്പൊ ആ ഡേറ്റ ബ്ലോക്കുമായിട്ട് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ എന്ത് ചെയ്യും? എക്സോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ട്. എക്സോർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ആൻസർ കിട്ടും. ആ ആൻസറിനെ അല്ലെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ടിനെ നമ്മൾ എൻക്രിപ്ഷൻ അൽഗോരിതത്തിലേക്ക് പാസ് ചെയ്യും. ആൻഡ് എൻക്രിപ്ഷൻ അൽഗോരിതത്തിൽ എന്ത് ചെയ്യും? കീയുടെ ഹെൽപ്പോടുകൂടി എൻക്രിപ്ഷൻ നടത്തി നമുക്ക് വേണ്ട സൈഫർ ടെക്സ്റ്റ് ആയ C1 കിട്ടി. അപ്പൊ P1 പ്ലെയിൻ ടെക്സ്റ്റ് കൊടുത്തപ്പോൾ നമുക്ക് C1 എന്ന് പറഞ്ഞ സൈഫർ ടെക്സ്റ്റിനെ കിട്ടി. സോ ഹിയർ വി ആർ ഗിവിംഗ് one block of plain text at a time to each of these encryption algorithm. So before giving the plain text to the encryption algorithm directly, we will here XOR. In the first step, we will XOR the P1 with initial vector. Initial vector means it's a data block having same size as the cipher block. So we will XOR this initial vector, initialization vector with this P1, and we will get an answer, and that will be encrypted with the help of a key, and we will get the ciphertext C1 corresponding to the plain text P1. Is it clear? അത്രയും മനസ്സിലായോ? അത്രയും മനസ്സിലായോ? മനസ്സിലായോ അർജുൻ? അർജുൻ, ഓക്കെ. സോ നമുക്കിപ്പോ സൈഫർ ടെക്സ്റ്റ് C1 കിട്ടി. ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമുക്ക് അടുത്ത, അപ്പൊ അതുകൊണ്ട് നമ്മളവിടെ നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. ഇനി അടുത്ത പ്ലെയിൻ ടെക്സ്റ്റിന്റെ ബ്ലോക്കിനെ സെക്കൻഡ് വൺ ആയ P2 എടുത്തു.
അപ്പൊ P2-നെ എക്സോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനിഷ്യലൈസേഷൻ വെക്ടറിനെ യൂസ് ചെയ്യണ്ട, പകരം നമുക്ക് പ്രീവിയസ് സ്റ്റേജിൽ കിട്ടിയ സൈഫർ ടെക്സ്റ്റിനെ എടുത്തിട്ട് ഈ P2 ആയിട്ട് എന്ത് ചെയ്യണം, എക്സോർ ചെയ്യുക. So here in first step you have to just XOR the plain text, current plain text with the initialization vector to give a corresponding plain text. And in next step onwards you have to take the current plain text block and you have to XOR this current plain text block with the preceding ciphertext block. അതായത് ഇതിന്റെ തൊട്ട് മുന്നേ വരുന്ന സൈഫർ ടെക്സ്റ്റ് ബ്ലോക്ക് ഏതാണോ അതുമായിട്ട് എക്സോർ ചെയ്യുക, എന്നിട്ട് എൻക്രിപ്ഷൻ അൽഗോരിതത്തിലേക്ക് കൊടുക്കുക. അപ്പോഴെല്ലാം അപ്പൊ ഇവിടെ നോക്കിയ C2ന്റെ കേസ് ആകുമ്പോൾ ഈ C2നെ P3 ആയിട്ട് എക്സോർ ചെയ്യുന്നു, എൻക്രിപ്ഷൻ അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെയായിരിക്കും എൻക്രിപ്ഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയ സെയിം കീ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാ എൻക്രിപ്ഷൻ അൽഗോരിതത്തിലും. സെയിം കീ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എൻക്രിപ്ഷന്റെ കേസ്. ഡീക്രിപ്ഷന്റെ കേസ് ആകുമ്പോഴോ സൈഫർ ടെക്സ്റ്റിനെ എടുക്കുന്നു, അതിനെ നേരെ ഡീക്രിപ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലെയിൻ ടെക്സ്റ്റിനെ ആദ്യം എക്സോർ ചെയ്യും ഇനിഷ്യലൈസേഷൻ വെക്ടറായിട്ട്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, സൈഫർ ടെക്സ്റ്റിനെ എടുക്കും, അതിനെ ആദ്യം ഒന്ന് ഡീക്രിപ്റ്റ് ചെയ്യും കീ വെച്ചിട്ട്, എന്നിട്ട് ആ ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടിയ ആൻസർ എന്ത് ചെയ്തു, ഇനിഷ്യലൈസേഷൻ വെക്ടറായിട്ട് എക്സോർ ചെയ്യുന്നു ടു ഗിവ് ദി പ്ലെയിൻ ടെക്സ്റ്റ് P1. ഓക്കെ. So in second step we will take this C1 for XORing with this decrypted data. So അങ്ങനെ അതങ്ങനെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Is it clear? ക്ലിയർ ആണോ? ഗ്യാസ് ഊറ്റി എടുത്ത് അകത്തേക്ക് ഇട്ടിട്ട് മനസ്സിലായോ? തോക്കെടുത്ത് വെടിയിട്ടാൽ മതി. അപ്പോൾ ഇവിടെ ഉള്ള ഡിസഡ്വാൻറ്റേജ് ആൻഡ് അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചാൽ ആദ്യം അഡ്വാൻറ്റേജ് പറയാം. അഡ്വാൻറ്റേജ് എന്താ, നമ്മുടെ ECBയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സെക്യൂരിറ്റി ഉണ്ട്. ഓക്കെ, കുറച്ചുകൂടെ ഇറ്റ് ഈസ് മോർ സെക്യൂർ വെൻ കമ്പയർഡ് ടു ECB. And it also provide good authentication mechanism as well as it can work on lengthy messages. Lengthy message ആയാലും ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും പാരലലായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ, P1നെ പ്രോസസ് ചെയ്യുന്ന സമയത്ത് P2നെ ഒരിക്കലും നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം P1ന്റെ റിസൾട്ടിനെ എടുത്തിട്ടാണ് P2ലേക്ക് പോകുന്നത്. സോ parallel encryption is not possible as well as parallel decryption is not possible because every encryption and decryption requires previous cipher. Okay, so idana ECB എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സൈഫർ ബ്ലോക്ക് ചെയിനിങ് ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആന്റിഡോട്ട് വേണം, ആന്റിവെനം വേണം. Is it clear? Is it clear? ഓക്കെ. ഇനി ഇതിന് വേറൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇവിടെ ഒരു ഇനിഷ്യലൈസേഷൻ വെക്ടറിനെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പൊ ചിലപ്പം ഒരു അറ്റാക്കറിന് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഈ അറ്റാക്കറിന് വേണേ ഈ ഇനിഷ്യലൈസേഷൻ വെക്ടറിന്റെ ബിറ്റ്സിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതെന്താ ജസ്റ്റ് ഒരു ഡേറ്റാ ബ്ലോക്കാ അല്ലേ. അപ്പൊ ആ ഡേറ്റാ ബ്ലോക്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് അറ്റാക്കറിന് പറ്റും. സോ another disadvantage is that attackers can change the bits in this initialization vector. So these are the different advantages and disadvantages of CBC. Clear? Clear ആണോ? Yes, miss. Then who will explain it? Vishnu Priya? Jeevan? Jeevan? Aravind? Hello. Aravind, can you explain this mode of operation? ഒരു മിനിറ്റ് സർ. ഹലോ മിസ്സേ.
ഓക്കെ. മിസ്സേ അത് ബ്ലോക്ക് ടെസ്റ്റിൽ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ മറ്റേ പ്ലെയിൻ ടെക്സ്റ്റിന്റെ ഇനിഷ്യൽ വെക്ടർ എക്സോർ ചെയ്യും. പ്ലെയിൻ ടെക്സ്റ്റിനെ ഇനിഷ്യലൈസേഷൻ വെക്ടറുമായിട്ട് എക്സോർ ചെയ്തു. എക്സോർ ചെയ്ത് കിട്ടുന്ന സാധനം എൻക്രിപ്റ്റ് ചെയ്യും. എന്തോട്ട്? ഒരു കീ. ഹെൽപ്പ് ഓഫ് വാട്ട്? അത് കഴിഞ്ഞ് ആ ഒരു ബ്ലോക്ക് തീരും. അപ്പൊ എന്താ കിട്ടുന്ന റിസൾട്ട്? എൻക്രിപ്റ്റ് ചെയ്ത കീവേഡ് എൻക്രിപ്റ്റ് ചെയ്ത കോഡ് കിട്ടും. അതെന്താ അതിന് പറയുന്ന പേര്? സൈഫർ ടെക്സ്റ്റ്. സൈഫർ ടെക്സ്റ്റ്. ഓക്കെ. അത് ഇനി അടുത്ത ബ്ലോക്കിലേക്ക് പോകും. ഇത് സൈഫർ ടെക്സ്റ്റ് ആയിരിക്കും. അത് എൻക്രിപ്റ്റ് ചെയ്ത ആ സാധനം ഒരു കീ വെച്ച് ഡീക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് നേരെ തിരിച്ച് ആ പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടും. ഓക്കെ. ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്ന് പറഞ്ഞു. അഡ്വാൻറ്റേജ് സെക്യൂർ ആയിരിക്കും. പിന്നെ അത്തന്റിക്കേഷൻ കാണും അത്യാവശ്യം നല്ല രീതിയിൽ. അത്ര സെക്യൂർ അല്ല. അറ്റാക്കറിന് ചാൻസ് ഉണ്ട് അറ്റാക്ക് ചെയ്യാൻ. എങ്ങനെയാണെങ്കിൽ ഏതൊരു കേസിൽ അറ്റാക്കറിന് ചാൻസ് അറ്റാക്ക് ചെയ്യാൻ PCBയെ കമ്പയർ ടു, അതായത് ഇതിന് തൊട്ട് മുന്നേ ഉള്ള മോഡ് ഓഫ് ഓപ്പറേഷനെ വെച്ച് നോക്കുമ്പോൾ സേഫ് ആണ്, അല്ലെ സെക്യൂർ ആണ്. പക്ഷെ ഇതിനകത്ത് ഒരു അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഏതാത്? എങ്ങനെയാത്? ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞതാ ഇനിഷ്യൽ വെക്ടർ. അവിടെ ചേഞ്ചസ്. ഓക്കെ. ഇനി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞേ. അല്ല, ഡിസഡ്വാൻറ്റേജ് ഒരെണ്ണം പറഞ്ഞു. വേറൊരു ഡിസഡ്വാൻറ്റേജ് കൂടെ, ഒരു ഇമ്പോർട്ടന്റ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പാരലൽ വർക്കിംഗ് പറ്റത്തില്ല. കാരണം എന്താ? മറ്റേ ഒരെണ്ണത്തിന്റെ ആയിരിക്കും അടുത്തതിൽ പോകുന്നത്. ഒരെണ്ണത്തിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും മറ്റേനകത്ത് ഇൻപുട്ട് ആയിട്ട് പോകുന്നത്, അല്ലേ? ഓക്കെ. ഓക്കെ. എല്ലാരും പഠിച്ചോ? മനസ്സിലായോ? എല്ലാവർക്കും പഠിച്ചോ എല്ലാരും? ഇതൊക്കെ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകണം കേട്ടോ. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. Okay, so the third one, cipher feedback mode, CFB. Okay, അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്, third one. Okay, ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. What all are they? Electronic code book. Second one is cipher block chaining mode, and third one is cipher feedback mode, CFB. Okay. കാണാവോ ഈ ഒരു പിക്ചർ? ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ട് കാണാവോ ഈ ഫിഗർ? കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയിട്ട് ഈ ഫിഗർ? ഞാൻ സൂം ചെയ്താൽ നിങ്ങൾക്ക് പകുതിയായിട്ടേ കാണാൻ പറ്റും. ഞാൻ അയച്ചുതരാം, അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ പറയാവേ. ഇത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻക്രിപ്ഷൻ. ഓക്കെ, ഇപ്പം ക്ലിയർ ആയിട്ട് കാണത്തില്ലേ? കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാമല്ലോ. സോ ഇവിടെ രണ്ട് ഫിഗർ ആയിട്ടാണ് നോക്കിയേ, എൻക്രിപ്ഷനും ഡീക്രിപ്ഷൻ. ഫിഗർ എ ഷോസ് ദി എൻക്രിപ്ഷൻ ആൻഡ് ഫിഗർ ബി ഷോസ് ദി decryption. Okay. Okay, so here the first thing done is നമ്മൾ ഇത്രയും നേരം എന്തായിരുന്നു, നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ എടുക്കുന്നു, ആ പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷനിൽ നമ്മൾ ഇനിഷ്യലി നമ്മൾ എടുക്കുന്ന എന്താണെന്നറിയാവോ? ഒരു ഇനിഷ്യൽ വെക്ടറിനെയാണ് എടുക്കുന്നത്. ഓക്കെ, ഒരു ഇനിഷ്യൽ വെക്ടറിനെ എടുക്കും. എന്തോ ഇനിഷ്യൽ വെക്ടർ? ഒരു സിമ്പിൾ ഡേറ്റാ ബ്ലോക്ക് ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഫർ ബ്ലോക്കിന്റെ ലെങ്തിനോട് സെയിം ആയിട്ടുള്ള ഒരു
ഇനിഷ്യലൈസേഷൻ വെക്ടറിനെ എടുക്കും. എന്നിട്ട് ദാറ്റ് ഇനിഷ്യലൈസേഷൻ വെക്ടർ ഈസ് യൂസ്ഡ് ഫോർ ഫസ്റ്റ് എൻക്രിപ്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കീ കെ. ഈ കെയുടെ ഹെൽപ്പോടുകൂടി ഫസ്റ്റ് എൻക്രിപ്ഷൻ ഈ ഒരു എന്തോത്തിലാണ് നടത്തുന്നത്, നമ്മുടെ ഇനിഷ്യലൈസേഷൻ വെക്ടറിൽ നടത്തും. അപ്പോൾ ഒരു ഇനിഷ്യലൈസേഷൻ വെക്ടർ ഉണ്ട്, അതും ഒരു ബ്ലോക്കാണ്. അതിനെ ഇൻപുട്ടായിട്ട് കൊടുക്കും നമ്മുടെ എൻക്രിപ്ഷൻ അൽഗോരിതത്തിലേക്ക്. പിന്നെ കീനെയും കൂടി ഇൻപുട്ടായിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടി, ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇനിഷ്യലൈസേഷൻ വെക്ടറിനെ അല്ലെങ്കിൽ ഇനിഷ്യൽ വെക്ടറിനെ കിട്ടി. ആ ഇനിഷ്യൽ വെക്ടറിനെ, ആ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇനിഷ്യൽ വെക്ടറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ യു ഹാവ് ടു ഡിവൈഡ് ദാറ്റ് എൻക്രിപ്റ്റഡ് ഇനിഷ്യൽ വെക്ടർ into two set. They are S bit and B minus S bit. Okay, രണ്ടായിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുക. ഈ എൻക്രിപ്റ്റ് ചെയ്ത ഡേറ്റയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒന്നിനെ എസ്, ഓക്കെ, എസ് ബിറ്റ് എന്നും, സെലക്ടിന്റെ എസ് ആണ് എസ് ബിറ്റ് എന്നും, മറ്റേതിനെ നമ്മൾ ബി മൈനസ് എസ് ബിറ്റ് എന്നും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി ഈ ബി മൈനസ് എസ് ബിറ്റ് ഉണ്ടല്ലോ, അതിന് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയുന്നതാണ് ഈ ബി മൈനസ് എസ് ബിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് എന്താ, എസ് ബിറ്റിനെ മാത്രം മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ടേക്ക് ദി എസ് ബിറ്റ്, ദാറ്റ് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എസ് ബിറ്റ്, and then we will apply XOR operation with the plain text bit. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് P1 എന്ന് പറഞ്ഞ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, അതിലെ ബിറ്റുമായിട്ട് ഓരോ ബിറ്റുമായിട്ടും ഈ എസ് ബിറ്റിലെ ഓരോ ബിറ്റുമായിട്ട് എന്ത് ചെയ്യും, ഈ എക്സോർ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, സൈഫർ ടെക്സ്റ്റ് കിട്ടും. അപ്പൊ സൈഫർ ടെക്സ്റ്റ് കിട്ടി. ആ സൈഫർ ടെക്സ്റ്റിനെ വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് കൊടുക്കും. അവിടെ ചെന്ന് കഴിയുമ്പം എന്ത് ചെയ്യും, അവിടെ ഷിഫ്റ്റിംഗ് നടത്തും. അതായത് എസ് ബിറ്റും ബി മൈനസ് എസ് ബിറ്റും ആയിരുന്നു, ഇങ്ങനെയായിരുന്നു കാണുന്നത് അല്ലേ. എസ് ബിറ്റിനെ തന്നെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തു, എസ് ബിറ്റ് ബി മൈനസ് എസ് ബിറ്റ്. അപ്പൊ ഇവിടെ ഷിഫ്റ്റിംഗ് നടത്തി ബി മൈനസ് എസ് ബിറ്റിന്റെയും എസ് ബിറ്റിന്റെയുമായിട്ട് വരും. വീണ്ടും എന്ത് ചെയ്യും, ആ ഷിഫ്റ്റ് ചെയ്ത ഡേറ്റയെ കീ വെച്ചിട്ട് എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്യും. Then we will divide it into two half, S bit and B minus S bit. Then again XOR with the next set of plain text to give the ciphertext C2. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയണോ? നിങ്ങൾ പറയണോടോ? വേണ്ട, ക്ലിയർ ആയി. ഓക്കെ, സോ അതാണ് നമ്മുടെ നമ്മുടെ എൻക്രിപ്ഷനിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഡീക്രിപ്ഷനിലും നടത്തുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഇവിടെ ഡീക്രിപ്ഷൻ അല്ലേ ചെയ്യുന്നത്, അപ്പൊ ഇതുപോലെ ജസ്റ്റ് മാറ്റം വരുത്തിയാൽ മതിയല്ലോ. സെയിം ആണ്, നമ്മൾ ഇതുപോലെ തന്നെ എടുക്കുക. അതായത് ഡിസ്കാർഡ് ചെയ്യേണ്ട ബിറ്റിനെ അങ്ങ് കളയാം. നമ്മൾ ഒരിക്കലും ആ ബിറ്റിനെ എടുക്കുന്നില്ല, ബി മൈനസ് എസ് ബിറ്റിനെ ഒരിക്കലും എടുക്കുന്നില്ല. സെലക്ട് ചെയ്ത ബിറ്റുമായിട്ട് നമ്മുടെ സൈഫർ ടെക്സ്റ്റിനെ ആയിരിക്കും നമ്മൾ എക്സോർ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടും. ഒരിക്കലും ഇവിടെ നമ്മൾ എന്താ സൈഫർ ടെക്സ്റ്റിനെ തന്നെ കൊണ്ടു കൊടുക്കുമായിരുന്നു, പക്ഷെ ഇവിടെ ഒരിക്കലും പ്ലെയിൻ ടെക്സ്റ്റിനെ അല്ല കൊടുക്കുന്നത്, സൈഫർ ടെക്സ്റ്റിനെ തന്നെ ആയിരിക്കും ഫീഡ്ബാക്ക് നടത്തുന്നത്. ഓക്കെ, അതേ ഉള്ളൊരു തെറ്റിപ്പോകുന്നതെന്ന് പറയുന്നത് അതാണ്. അതായത് നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് സൈഫർ ടെക്സ്റ്റിനെ എൻക്രിപ്ഷന്റെ സമയത്ത് ഫീഡ്ബാക്ക് ചെയ്യും, ഡീക്രിപ്ഷന്റെ സമയത്ത് പ്ലെയിൻ ടെക്സ്റ്റിനെയും ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എപ്പോഴും സൈഫർ ടെക്സ്റ്റിനെ ആയിരിക്കും നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? വേറൊരു പ്രത്യേകതയുണ്ട് ഈ ഫിഗറിന്. നോക്കി, നമ്മൾ എപ്പോഴും ഡീക്രിപ്ഷൻ ചെയ്യുന്ന സമയത്ത് എന്തുവാ, ഡീക്രിപ്റ്റ് എന്ന അൽഗോരിതത്തിലേക്കല്ലേ നമ്മൾ എപ്പോഴും പാസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരിക്കലും ഡീക്രിപ്റ്റിന്റെ അൽഗോരിതം ഇല്ല, എൻക്രിപ്റ്റിന്റെ അൽഗോരിതമേ ഉള്ളൂ. എപ്പോഴും എൻക്രിപ്റ്റ് ചെയ്യുന്ന അൽഗോരിതം യൂസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഡീക്രിപ്ഷൻ നടത്തുന്നത്. അതാണ് ഒരു വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നോക്കി, ഫിഗറിനകത്ത് ആർക്കും ഡൗട്ട് തോന്നിയില്ലേ ഇത് ഡീക്രിപ്റ്റ് കൊടുക്കാൻ എന്താണെന്ന്?
ഇവിടെ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ അല്ല, സോറി, ഡീക്രിപ്ഷൻ ഫംഗ്ഷന് പകരം വി യൂസസ് ഹിയർ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ ഫോർ ഡീക്രിപ്ഷൻ. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ, മനസ്സിലായോ? ക്ലിയർ ആണ് സർ. ഇനി ഹിയർ ദർ ഇസ് വൺ ഡിസഡ്വാൻറ്റേജ്. നമ്മൾ മറ്റേ രണ്ടാമത്തേതും ഒന്നാമത്തെയും മോഡ് ഓഫ് ഓപ്പറേഷനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ it is far better, but even though this third method has its own disadvantage. So what is the disadvantage? Here also we can't perform parallel operation. Parallelly നമുക്ക് operations ഒന്നും perform ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതൊരു disadvantage ആണ്. And its advantage when compared to other method are, ഇവിടെ എന്താ, ക്രിപ്റ്റ് അനാലിസിസിനുള്ള സാധ്യത വളരെ 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 കുറവാണ്. കാര്യം എന്താ, നമ്മളിവിടെ ഷിഫ്റ്റ് രജിസ്റ്ററിനെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഷിഫ്റ്റ് രജിസ്റ്ററിനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓൾറെഡി ഉള്ള ഡേറ്റയിൽ നിന്ന് ലോസസ് വരാൻ ചാൻസസ് ഉണ്ട്. ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്യുന്ന ഷിഫ്റ്റിംഗ് അവിടെ പെർഫോം ചെയ്യുന്ന കാരണം നമ്മുടെ കയ്യിലുള്ള ഡേറ്റയിൽ നിന്ന് കുറച്ചൊക്കെ ബിറ്റ്സ് നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു അറ്റാക്ക് അവിടെ ഒരിക്കലും ഉണ്ടാവത്തില്ല. കാരണം അറ്റാക്കർ അതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് വരുമ്പോൾ നമ്മുടെ ഡേറ്റ മാറിക്കഴിഞ്ഞു. അപ്പൊ അറ്റാക്കർ അത് കണ്ടുപിടിച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ഡേറ്റ മാറിക്കഴിഞ്ഞു. അപ്പൊ ഒരിക്കലും ക്രിപ്റ്റ് അനാലിസിസ് അറ്റാക്കിനുള്ള ചാൻസ് ഇല്ല. ക്ലിയർ ആണോ? So that is the third one. Is it clear? Clear ആണോ? Clear ആണോ? Yes miss. Okay. So the fourth one. The fourth one is output feedback mode. നാലാമത്തേതാണ് output feedback mode. Okay. So fourth one is output feedback mode. So when you see this figure, so that first figure shows the encryption, this figure A shows the encryption and the second figure shows the decryption. Okay, so while seeing this figure you could find that here this OFB mode is similar to that of the CFB. Okay, OFB എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡ്. ഈ ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡ് എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള CFB എന്ന് പറയുന്ന മോഡ് പഠിച്ചില്ലേ തൊട്ട് മുന്നേ, സൈഫർ ഫീഡ്ബാക്ക് മോഡ്, അതുമായിട്ട് സെയിം സ്ട്രക്ചർ ആണ്. ഓക്കെ, സെയിം സ്ട്രക്ചർ തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് വ്യത്യാസമേ ഉള്ളൂ, നമ്മുടെ ഇതുമായിട്ട് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, നൺസ് എന്ന് പറയുന്ന ഒരു ഡേറ്റയെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഇനിഷ്യലൈസേഷൻ വെക്ടർ ആയിരുന്നു വി ഹാവ് യൂസ്ഡ് ഇൻ ദ പ്രീവിയസ് മോഡ് ഓഫ് ഓപ്പറേഷൻ, ബട്ട് ഹിയർ വി ആർ യൂസിങ് നൺസ്. കണ്ടോ, നിങ്ങൾ കണ്ടോ അത്? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലോ, ഓക്കെ. അപ്പൊ അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നോക്കുമ്പോ എന്താ, സെയിം പോലെ തന്നെയാണ് ഇതിന്റെ ആർക്കിടെക്ചർ വരുന്നത്. അപ്പൊ ഈ നൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ഈ ഇനിഷ്യലൈസേഷൻ വെക്ടർ പോലെ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു ഡേറ്റ ബ്ലോക്ക് ആണ് നൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നൺസിനകത്ത് കുറച്ച് ഡേറ്റാസ് കാണും. ആ ഡേറ്റയെ എന്ത് ചെയ്യും, നമ്മുടെ കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യുന്നു. ആ എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കായ P1 വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, എക്സോർ ചെയ്യുന്നു. ആൻഡ് യു വിൽ ഗെറ്റ് എന്താ, സൈഫർ ടെക്സ്റ്റ് C1. ഇനി നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ച മോഡ് ഓഫ് ഓപ്പറേഷനിൽ എന്തായിരുന്നു, ഈ സൈഫർ ടെക്സ്റ്റിനെ ആയിരുന്നു ഫീഡ്ബാക്ക് ചെയ്തുകൊണ്ടിരുന്ന അടുത്ത ലെവലിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we will take the encrypted data to the next stage. ഇവിടുന്ന് ഒരിക്കലും സൈഫർ ടെക്സ്റ്റിനെ ആയിരിക്കുകയല്ല കൊടുക്കുന്നത്, ഇവിടുന്ന് നമ്മൾ നൺസുമായിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ ആയിരിക്കും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നൺസ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ബ്ലോക്കാണ്. ആ ബ്ലോക്കുമായിട്ട് നമ്മൾ കീയുടെ ഹെൽപ്പോടുകൂടി എൻക്രിപ്റ്റ് ചെയ്യുന്നു ഡേറ്റ ബ്ലോക്കിനെ.
എന്നിട്ട് ആ എൻക്രിപ്റ്റ് ചെയ്ത ഡേറ്റയെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊടുക്കുന്നു. അവിടെ വീണ്ടും ഒരു കീവേഡ് എൻക്രിപ്റ്റ് ചെയ്യുന്നു. കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ നെക്സ്റ്റ് ബ്ലോക്കുമായിട്ട് എക്സോർ ചെയ്യുന്നു. അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് എത്ര എണ്ണം ഉണ്ടോ അത്രയും തവണ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സെയിം കേസ് തന്നെയാണ് ഡീക്രിപ്ഷന്റെ കേസിൽ. ഇവിടെ ഡീക്രിപ്ഷന്റെ കേസിൽ എക്സോർ ചെയ്യുന്നത് P1 പകരം നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് ഏതാ? സൈഫർ ടെക്സ്റ്റ്. അതാണെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? Any doubts? Doubts ഉണ്ടോ? Any doubts? Students, I am asking to you. Okay. So, ഇതിനും some disadvantage and advantage are there. So, first advantage is that here bit error in transmission do not propagate. Okay, that is the first advantage. And the disadvantage is that it is it's here the attack, the chance for attack is high when compared to other mode of operation. When you compare other mode of operation, here the chance of attack is high. Okay, so that is the disadvantage of this type of mode of operation. So advantage എന്ന് പറഞ്ഞാൽ എന്താ? വിറ്റ് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യത്തില്ല. അതുപോലെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് വൾനറബിൾ ആണ് മെസ്സേജ് സ്ട്രീം മോഡിഫിക്കേഷൻ അറ്റാക്കുമായിട്ട് when compared to CFB. So this is the fourth one. And the last one is fifth mode of operation ആണ് counter mode എന്ന് പറയുന്നത്. So fifth one is counter mode. So counter mode എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം ഫിഗറിനകത്ത് കൗണ്ടേഴ്സ് കാണും. Okay, so this is the figure of counter mode operation. Here also this shows the encryption part and this shows the decryption part. Here a counter is used. In each of these steps, we will use different counters. Okay, and this counter's length is equal to the plain text block size. Okay. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയുന്നത് ക്ലിയർ ആണോ? ഞാൻ ഈ പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ കൗണ്ടർ മോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം ഫിഗറിനകത്ത് കൗണ്ടേഴ്സിനെ യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു കൗണ്ടറിനെയാണ്. കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റയാണ്. ആ ഡേറ്റയില് സൈസ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിന്റെ സൈസ് എത്രയാണോ, ഇപ്പൊ 16 ബിറ്റ് ആണെങ്കിൽ അത്രയും ബിറ്റ് തന്നെ ആയിരിക്കണം കൗണ്ടറിന്റെയും സൈസ്. പിന്നെ വേറൊരു പെക്യുലാരിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൗണ്ടറിന്റെ വാല്യൂ നമ്മൾ ഇനിഷ്യലി കുറച്ച് വാല്യൂ വെച്ചിട്ടായിരിക്കും ഇതിനെ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് വാല്യൂസ് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് വാല്യൂസ് വെച്ച് ഇത് ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലോട്ട് വരുമ്പം ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തായിരിക്കും പോകുന്നത്. ഓക്കെ, അതായത് ഓരോ സബ്സിക്വന്റ് ബ്ലോക്കിലേക്ക് വരുമ്പോഴും ദിസ് വാല്യൂ ഇൻ ദി കൗണ്ടർ വിൽ ബി ഇൻക്രിമെന്റഡ് ബൈ 1. അപ്പൊ കൗണ്ടർ 1ലുള്ള വാല്യൂ ആയിരിക്കില്ല കൗണ്ടർ 2ല്, കൗണ്ടർ 2ലുള്ള വാല്യൂ ആയിരിക്കില്ല കൗണ്ടർ 3ല്. അപ്പൊ ഇൻക്രിമെന്റ് ചെയ്തായിരിക്കും പോകുന്നത്. സോ കൗണ്ടർ 1നെ എടുത്തു, നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിന് അതേ സൈസ് ആണ്, അതിൽ നമ്മൾ കുറച്ച് വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ കൗണ്ടറിനെ നമ്മൾ ഒരു കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തു. എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കുമായിട്ട് എക്സോർ ചെയ്തു. അപ്പൊ നമുക്ക് C1 കിട്ടി. സോ നെക്സ്റ്റ് കൗണ്ടർ 2നെ എടുക്കും. കൗണ്ടർ 2 എന്ന് പറഞ്ഞാൽ ഈ കൗണ്ടർ 1ന്റെ വാല്യൂനെക്കാട്ടിൽ ഒന്ന് കൂടുതലായിരിക്കും. അപ്പോൾ കൗണ്ടർ 2നെ എടുത്തു. ഇതേപോലെ ചെയ്ത് അങ്ങനെ നമുക്ക് എത്രത്തോളം പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടോ അത്രയും ടൈംസ് ഈ ബ്ലോക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെയാണ് ഡീക്രിപ്ഷൻ. ഒറ്റ ചേഞ്ചേ ഉള്ളൂ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് P1ന് പകരം C1 ആയിരിക്കും, കാരണം നമ്മളിലുള്ളത് C1 ആണ്. അത്രേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് കൗണ്ടർ മോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്? എനി ഡൗട്ട്? So its advantage, when moving to its advantage, it has hardware and software efficiency, high hardware and software efficiency. അതുപോലെ തന്നെ അതിനെന്താ
പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. കുറച്ചുകൂടെ സെക്യൂരിറ്റി ഉണ്ട്, കുറച്ചുകൂടെ സിംപ്ലിസിറ്റി ഉണ്ട്. പിന്നെ എന്തുവാ നമുക്കുള്ളത്? എന്താ പിന്നെ നമുക്ക് പാരലി ചെയ്തു പോവാം. അതായത് നമ്മളൊരു കൗണ്ടറിന്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൗണ്ടറിന്റെ വാല്യൂ ഒന്ന് കൂടുതലാണെന്ന് നമുക്കറിയാം. അപ്പൊ അതൊന്ന് കൂടുതൽ എടുത്താൽ മതി. അല്ലാതെ ഇവിടുന്ന് ഡേറ്റായെ ഒന്നും അങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കുന്നില്ല. അതുകൊണ്ട് പാരലി നമുക്ക് അത് പെർഫോം ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അപ്പൊ കൗണ്ടർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഓർത്തോണം കൗണ്ടർ മോഡാണ്. അതിൽ മാത്രമേ നമ്മൾ കൗണ്ടർ യൂസ് ചെയ്യുന്നുള്ളൂ. ദെൻ വെൻ മൂവിങ് ടു ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡ്, അതിന്റെ പ്രത്യേകത എന്താ? നൺസ് യൂസ് ചെയ്യുന്നുണ്ട്. വെൻ മൂവിങ് ടു സൈഫർ ഫീഡ്ബാക്ക് മോഡ്, peculiarity is that we are using initialization vector. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാലേ ഈ ഫിഗർ ഒക്കെ ഓർത്ത് നിൽക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും, ഏതിന്റെ ഫിഗർ ആണെന്നുള്ളത് ഡൗട്ട് വരും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡിഫറൻസ് നോക്കാം. ഓരോ മോഡ് ഓഫ് ഓപ്പറേഷന്റെ അതിന്റെ ഒരു ഒരു നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓരോ മോഡ് ഓഫ് ഓപ്പറേഷനും അതിന്റെ ആപ്ലിക്കേഷനും എന്തൊക്കെയാണെന്ന്, ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്നതും എന്തൊക്കെയാണെന്ന്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോണിക് കോഡ് ബുക്ക്. Here we know that 64-bit plain text is encoded independently using the same key. ആ ഫിഗർ ഓർത്താൽ മതി, അന്നേരം തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ വാല്യൂസ് അല്ലെങ്കിൽ കുഞ്ഞ് മെസ്സേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സെക്യൂർ ആയിട്ട് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് സൈഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ്. ഇവിടെ നമ്മൾ സെയിം ടെക്സ്റ്റ് തന്നെയാണ് സെയിം കീ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഹിയർ വി ആർ XORing the 64 plain text with the preceding 64-bit of ciphertext. And here its application is, it can be used for authentication. Authentication വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സൈഫർ ഫീഡ്ബാക്ക് മോഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ജനറൽ പർപ്പസ് സ്ട്രീം ഓറിയന്റഡ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടും ഒതന്റിക്കേഷന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യാം. അത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ കാര്യം 1-2 വാക്കിൽ പറഞ്ഞേക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് എന്തിനു വേണ്ടിയിട്ടാ? നോയ്സി ചാനലിലൊക്കെ നമുക്ക് ഇപ്പൊ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അവിടെയൊക്കെ നമുക്ക് സെക്യൂർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ദെൻ കൗണ്ടർ മോഡ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൗണ്ടർ മോഡ് യൂസ് ചെയ്യാം. കൗണ്ട് കൂട്ടി കൊടുത്താൽ മതിയല്ലോ, ബാക്കിയെല്ലാം സെയിം അല്ലേ. അപ്പൊ അത്രയാണ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. 5 ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ല കേട്ടോ. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു പോർഷൻ ആണ് ഈ മൊഡ്യൂളിൽ. അപ്പൊ ഈ മൊഡ്യൂളിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹവ് ടു സ്റ്റഡി ദ ക്രൈറ്റീരിയ ഓർ ഡിസൈൻ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ബ്ലോക്ക് സൈഫർ. Then we have to study different types of attacks ഉണ്ട്. അതായത് അനലിറ്റിക്കൽ അറ്റാക്സ്, ഡിഫറൻഷ്യൽ ക്രിപ്റ്റോനാലിസിസ് അറ്റാക്ക് എന്ന് പറഞ്ഞ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറ്റാക്സ് ഉണ്ട്. അങ്ങനെ 2 ടോപ്പിക്കും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂള് തീരും. അപ്പൊ ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യലെന്നുള്ള പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡ് ഓഫ് ഓപ്പറേഷൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യല്. പിന്നെ പ്രോബ്ലംസ് ചോദിക്കാനായിട്ട് എപ്പോഴും പ്ലേ ഫെയർ സൈഫർ നിന്നൊക്കെ പ്രോബ്ലംസ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയാലും അതിനകത്തുനിന്ന് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യല്ല. പിന്നെ അതുപോലെ ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡിഫറെന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഏതെങ്കിലും 2 എണ്ണം മെൻഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ എക്സാമ്പിൾ സഹിതം വേണം എഴുതാൻ, ജസ്റ്റ് തിയറി ആയിട്ട് എഴുതല്ലേ കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ. ഇത്രയും കൊണ്ട് നമുക്ക് നിർത്താം. ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? ഇല്ല മിസ്സേ, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, ദെൻ അറ്റൻഡൻസ് എടുത്തോ. അറ്റൻഡൻസ് റോൾ നമ്പർ 1. ഒറ്റ മിനിറ്റ്. റോൾ നമ്പർ 1 പറഞ്ഞു. റോൾ നമ്പർ 1 ഉണ്ടോ? 1 റോൾ നമ്പർ 1 ഉണ്ടോ? റോൾ നമ്പർ 1 ആബ്സെന്റ്. 2 റോൾ നമ്പർ 2 ആബ്സെന്റ്. 3 present miss. 4 present miss. 5 റോൾ നമ്പർ അങ്ങ് പറയാവോ നിങ്ങള്?
പെട്ടെന്നങ്ങ് 6 ഉണ്ടോ? അതിൻ്റെ അകത്താടാ ഇതിൻ്റെ അകത്തോ 6 ഉണ്ടോ? ഇതോ 7 8 9 പ്രസന്റ് 10 11 പോക്കോ X3 Pro 12 13 കമന്റ് ബോക്സിൽ 15 15. മൈക്രോബിൾ ഉള്ളൊരു കമന്റ് ബോക്സിൽ നമ്പർ എഴുതണേ, റോൾ നമ്പർ. 16 പോക്കോ C3 വേണോ? അതൊക്കെ ഏത് ഫോൺ? 16 മോട്ടോ എഡ്ജ് നല്ല 17 ഫോൺ 19 20 roll number 20 20 21 Present, miss. 22 22 23 24 Miss 24. 25 Present, miss. 26 Present, miss. 27 28 29 29 30 31 Okay, absent is 1 2 6 8 16 17 20 31. ഒന്നുകൂടെ പറയാം, 1 2 6 8 16 17 20 31. അതിലും പ്രസന്റ് ഉണ്ടോ ഈ നമ്പർ വിളിച്ചതല്ല? ഓക്കെ, then thank you. Thank you, miss. ഇത് കൊള്ളാം.